ലോകം മാറുന്നതിനനുസരിച്ച് ആധുനിക വിദ്യാഭ്യാസം സ്കൂൾ തലത്തിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് വിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ. വിദ്യാഭ്യാസ മേഖലയിൽ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നിരവധി നൂതന പദ്ധതികൾ നടപ്പാക്കുമെന്നും മന്ത്രി. മതിലകം പുതിയകാവ് പാപ്പിനിവട്ടം AM-UP സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ആധുനിക സാങ്കേതിക വിദ്യകൾക്കൊപ്പം വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ പദ്ധതികൾ നടപ്പാക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി വിവിധ നൂതന പദ്ധതികൾക്ക് തുടക്കമാകും. വിദ്യാർത്ഥികളെ ആധുനിക സാങ്കേതിക വിദ്യകളുമായി പരിചയപ്പെടുത്തുന്നതിനും പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുമായി ഡിജിറ്റൽ സ്ക്വയർ, അറൈസ് തുടങ്ങിയ പദ്ധതികൾ നടപ്പാക്കും. പഠനരംഗത്ത് നിലവിലുള്ള പോരായ്മകൾ കണ്ടെത്തി പരിഹരിക്കുന്നതിനായി താരാപഥം പദ്ധതിക്കും തുടക്കം കുറിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഇന്ന് നമുക്കറിയാം, നമ്മുടെ പ്രൈമറി സെക്കൻഡറി വിദ്യാഭ്യാസമൊക്കെ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട ഒരു കാലമാണ്. ലോകത്ത് വലിയ മാറ്റങ്ങളാണ്. ശാസ്ത്ര സാങ്കേതിക പുരോഗതിയിൽ വലിയ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രൈമറി വിദ്യാഭ്യാസവും നമ്മുടെ സെക്കൻഡറി വിദ്യാഭ്യാസവും ഒക്കെ ലോകോത്തര നിലവാരമുള്ളതും ആധുനികമായ രീതിയിലുള്ളതും ഒക്കെ ആവണം. ഇപ്പോൾ സ്കൂളുകളിലൊക്കെ നമുക്കറിയാം, ഡിജിറ്റൽ ക്ലാസ് റൂമുകളുണ്ട്. കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം ഏറെക്കുറെ സാർവത്രികമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൂടി നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ അതൊക്കെ ആധുനിക രീതിയിലുള്ള ശക്തമായ വിദ്യാഭ്യാസം, കുറ്റമറ്റ വിദ്യാഭ്യാസം പ്രാഥമിക തലത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്കുണ്ടാവണം. ഗവൺമെൻറ്റുകൾ തുടർച്ചയാണ്. കഴിഞ്ഞ കാല ഗവൺമെൻറ്റുകൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഇനിയിപ്പോൾ ഞങ്ങൾ പുതിയതായി വന്ന ഈ സർക്കാരും അത്തരം ചില പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ സർക്കാരിൻ്റെ 100 ദിന കർമ്മ പരിപാടിയിൽ എല്ലാ സ്കൂളുകളിലും ഒരു ഡിജിറ്റൽ സ്ക്വയർ, ഈ സാങ്കേതിക വിദ്യയെ കുട്ടികളെ പരിചയപ്പെടുത്താൻ, അതുപോലെ തന്നെ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ എറൈസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും റോബോട്ടിക് സയൻസും കുട്ടികളെ പരിചയപ്പെടുത്താൻ ഒക്കെയുള്ള ചില പദ്ധതികൾ വരാൻ പോവുകയാണ്. അപ്പോൾ ആധുനിക നിലവാരത്തിലേക്ക് നമ്മളുടെ വിദ്യാഭ്യാസത്തെ നമ്മൾ ഉയർത്തണം. അതോടൊപ്പം തന്നെ ചില പോരായ്മകളും നമ്മുടെ വിദ്യാഭ്യാസത്തിലുണ്ട്. വളരെ ഒറ്റപ്പെട്ട ചില വിമർശനങ്ങൾ. 10ാം ക്ലാസ് കഴിഞ്ഞിട്ടും പേരെഴുതാൻ അറിയാത്ത കുട്ടികളുണ്ട് എന്ന ആക്ഷേപമുണ്ട്. അപ്പോൾ ഞങ്ങളത് പരിശോധിക്കാൻ തീരുമാനിച്ചു. അതാത് ക്ലാസ്സുകളിൽ ലഭ്യമാകേണ്ട വിവരം, വിജ്ഞാനം, പഠിപ്പ് കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടോ, ആർജിക്കേണ്ട വിവരം ആർജിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ താരാപഥം എന്ന പേരിൽ ഒരു പദ്ധതി ഈ സർക്കാരിൻ്റെ 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീ വിദ്യാഭ്യാസം ശക്തിപ്പെടുന്നത് സമൂഹത്തിൽ ഏറെ ശുഭകരമായ മാറ്റമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മതിലകം പുതിയകാവ് പാപ്പിനിവട്ടം AM-UP സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും MB കുഞ്ഞബ്ദുള്ള സാഹിബ് നഗറിൽ നടന്ന ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംഘാടക സമിതി ചെയർമാൻ സുബൈർ കാക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. മുൻ MLA ET ടൈസൺ മുഖ്യാതിഥിയായിരുന്നു. സ്കൂൾ മാനേജർ MK സൈഫുദ്ദീൻ, വാർഡ് മെമ്പർ RM ജലീൽ, PTA പ്രസിഡന്റ് ഡോക്ടർ ഷാഗി സന്ദീപ്, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ കാക്കശ്ശേരി, പ്രധാനാധ്യാപകൻ VA മുഹമ്മദ് റാഫി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് തയ്യാറാക്കിയ സ്മരണികയുടെ പ്രകാശനവും നടന്നു. തുടർന്ന് നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമവും വിദ്യാർത്ഥികളുടെ കലാ സാംസ്കാരിക പരിപാടികളും ആഘോഷത്തിന് മാറ്റുകൂട്ടി. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ.